ഞാൻ ആക്ച്വലി ഫുഡ് പറഞ്ഞിരുന്നു. സ്വാമി ശരണം. ക്രൈം ബ്രാഞ്ച് സ്പെഷ്യൽ ടീമിൽ നിന്നാണ്. പുറത്തേക്ക് ഇറങ്ങണം, ഞങ്ങൾക്ക് ഈ റൂം ഒന്ന് സെർച്ച് ചെയ്യണം. പേരെന്താ? വിവേക്. കൊച്ചിലെയോ? ചാരുത. ഇങ്ങോട്ടേക്ക് സെർച്ച് ചെയ്യടോ. സർ, കപ്പിൾസ് അല്ലെന്നറിയാം, അതുകൊണ്ട് കള്ളം പറയാൻ നിൽക്കണ്ട. പേരൻസിന്റെ അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം തരണം. സർ, ഞങ്ങൾ ആക്ച്വലി ഫ്രണ്ട്സാണ്. എന്തോന്ന്? സാറേ ഒന്നുമില്ല സാറേ. ഇങ്ങോട്ടേക്ക്. സർ, ഇവരെ ഡീറ്റെയിൽസ് വാങ്ങണം. പേരൻസിനോട് എത്രയും പെട്ടെന്ന് വീട് വരാൻ പറയണം. ശരി സാർ. മറ്റേ റിസോർട്ടിന്റെ കാര്യം എന്തായി? സാറേ, അവിടെ 3 കപ്പിളെന്ന് പറഞ്ഞു വന്നവരെ പിടിച്ചായിരുന്നു. ഇമ്മോർ ട്രാഫിക് ആയിട്ടോ വ്യഭിചാരോ? അപ്പൊ ജീപ്പ് മതിയാവില്ല, വാനും കൂടി വരാൻ പറയണം. ശരി സാറേ. അല്ല സാറേ, മെഡിക്കൽ എടുക്കണ്ടേ? ആ പിന്നെ വേണം, അതെന്തായാലും വേണം. ആ പിന്നെ ഒരു കാര്യം, ചാനലുകാർ വരുമ്പോ അവിടെ വെച്ച് ഷൂട്ടിംഗ് ഒന്നും നടക്കില്ല. എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ 2 വണ്ടി കയറുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് എടുക്കണം. മനസ്സിലായോ? ഞങ്ങളങ്ങനെ എസ് പി ആണ്. ആ സാർ, 2 അറസ്റ്റ് ചെയ്തു. സത്യമായിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമാണ്, അല്ലാതെ സാർ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ 2 അനിയാ, ഇതൊന്നും എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എടാ, ഇവിടെ എന്താണെന്നറിയാമോ? കപ്പിൾസ് എന്ന് പറഞ്ഞ റൂം എടുത്തിട്ട് മയക്കമരുന്ന്, കഞ്ചാവ് വെച്ചോടെ, MDMA, വ്യഭിചാരം, ഇങ്ങനത്തെ പരിപാടി എന്ന് പറഞ്ഞ് എടാ നാട്ടുകാർ പരാതി സമരം ചെയ്ത് വലിയ പ്രശ്നമായിട്ടിരിക്കണം ഇവിടെ. അങ്ങനെ ക്രൈം ബ്രാഞ്ചാണ് ഈ സാധനം ഇപ്പൊ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. SP സാറ് പറഞ്ഞിട്ട് മനസ്സിലായോ? പിന്നെ ചാനലുകാർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 2 പേരെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കും. ഇങ്ങനെ ഭയങ്കര ഇടിക്കാരനാണ്. ഇടി വല്ലോ നിനക്ക് കിട്ടുകയാണെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമ്പോൾ നീ മജിസ്ട്രേറ്റിന്റെ അടുത്ത് പറയണം. മോളെ, നീയും പറയണം കേട്ടാ. സാർ അങ്ങനെ പറയല്ലേ, അടുത്ത ആഴ്ച ചേച്ചിയുടെ മാരേജാ. അതെ സാർ. ഇതങ്ങനെ ചാനലുകാരറിഞ്ഞ ആ മാരേജ് മുടങ്ങും. മാത്രമല്ല അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളതാ. ഇതൊന്നും അച്ഛനെ കൊണ്ട് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. എടാ, നിന്നൊരു കാര്യം പറയാം. നീയൊക്കെ ഇവിടെ റൂം എടുക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു, മനസ്സിലായോ? FIR ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സാർ പ്ലീസ് അങ്ങനെ പറയല്ലേ. മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ഹാജരാക്കുന്നതിന് മുമ്പേ ചാനലുകാരത് ബ്രേക്ക് ന്യൂസ് ആക്കും. അത് നടന്ന പിന്നെ ഞങ്ങൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സാർ. ഇത് ഭയങ്കര കഷ്ടമായല്ലേടേ. എടാ, ഇത് ഞാൻ വിചാരിച്ചോളം നടക്കൂലടേ. പുള്ളി ഭയങ്കര ചൂടനാണ്, അതാണ്. എടേ, സാറ് ഭയങ്കര പ്രശ്നക്കാരനാണ്. ഞാൻ സാറിന്റെ വേറൊരു സബോർഡിനേറ്റ്. മോളിലൊരു സാറിരിപ്പുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, സാറിൻ്റെ അടുത്ത് ഒന്ന് സംസാരിക്കും, മനസ്സിലായോ? നീ എൻ്റെ കൂടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. നടക്കുന്നെങ്കിൽ നടക്കട്ടെ. അയ്യോ, മോള് വരണ്ട, മോള് ഇവിടെ നിന്നില്ലേ. നീ വാടാ. വാടാ ഇങ്ങോട്ട്. നിങ്ങൾ അങ്ങോട്ടേക്കാ? അല്ല, നമ്മുടെ അരവിന്ദ സാറിനെ ഒന്ന്. അതിന്റെ ആവശ്യമില്ല. അല്ല, അവര് തമ്മിലൊന്ന് സംസാരിച്ചോണ്ട്. പിള്ളേരല്ലേ. വേഗം വന്നേക്കണം, സ്റ്റേഷനിൽ ഇപ്പൊ വാനെത്തും. അല്ല, കുഞ്ഞിവിടെ ഒറ്റയ്ക്കാണ്. സാറൊന്ന് ശ്രദ്ധിച്ചേക്കണേ. നടയുടെ ഡേ, കമലാസൻ ചെക്കനെ കൊണ്ട് വരുന്നുണ്ട്. നമ്മളെന്താ പറയാ? സാർ, ഇതാണ് താഴേന്ന് അറസ്റ്റ് ചെയ്ത പയ്യൻ. സാർ, ചെറിയൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ കോളേജിൽ പഠിക്കുന്ന പിള്ളേരാണ്. അപ്പം അവരബദ്ധത്തിൽ ഇവിടെ വന്ന് പെട്ടുപോയതാ. സാറ് DYSP ഒന്ന് വിളിച്ച് പറഞ്ഞാല് അങ്ങനെ. അതൊന്നും പറ്റില്ലടോ, ചാനലുകാരൊക്കെ ഇപ്പൊ എത്തും അല്ലേടോ? അതെ സർ, പ്ലീസ് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. താൻ എന്തോടെ കാണിക്കുന്നത്? വിളിച്ചോണ്ട് പോടോ. സർ, സർ പ്ലീസ് സർ, സർ. സാറേ, നിന്നെ എൻ്റെ ഒരു അനിയനെ പോലെയാണ് ഞാൻ കാണുന്നത്, മനസ്സിലായോ? നീ ഒരു കാര്യം ചെയ്യും, അങ്ങോട്ട് കയറി നീക്കി. ഞാനൊന്ന് സംസാരിക്കട്ടെ, ഒന്നോട്ട് അങ്ങോട്ട് കയറി ചോദിക്കട്ടെ. അതിലാണ് നിക്ക്.
ഹലോ. ആ, നിങ്ങൾ എത്ര ചാനലുകാരുണ്ട്? 3 2-3 കേസുകളുണ്ട്. പക്ഷെ വാനിൽ കയറ്റുന്നതിന് മുമ്പ് നിങ്ങൾ ഷൂട്ട് ചെയ്തോണം. ഇല്ല, മുഖം മറക്കില്ല. പേരോ? പയ്യന്റെ പേര് വിവേക്, കൊച്ചിന്റെ പേര് ചാരുത. അച്ഛന്റെ പേരോ? മോളെ, അച്ഛന്റെ പേരെന്താ? സർ പ്ലീസ് സർ. പേര് പറയടി. തോമസ്. അച്ഛന്റെ പേര് തോമസ്. ആ, ഇങ്ങോട്ട് പോന്നോളൂ. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അപ്പൊ തരാം. ആ അവിടുത്തെ സെറ്റ് നടക്കട്ടെ, പരിപാടി തുടങ്ങിക്കോ. ഓക്കെ, അണ ഇവൻ ചുമ്മാ സർ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. അയ്യോ, അതെനിക്കറിയാം. ഈ നാട്ടുകാര് പലവട്ടം പരാതിപ്പെടുമ്പോ നമ്മള് പാവം പോലീസുകാര് എന്താ ചെയ്യാ? മോളൊന്ന് ആലോചിച്ച് നോക്കിയ. പക്ഷേ കൊച്ചിന്റെ ചേച്ചിയുടെ കല്യാണം മുടങ്ങി. പിന്നെ കൊച്ചിന്റെ ആ പയ്യന്റെ ഭാവി തകരല്ലോ എന്ന് ആലോചിക്കുമ്പോ അതാലോചിച്ചിട്ടൊരു വിഷമം. എന്താ ചെയ്യപ്പം? ആ, ഒരു കാര്യം ചെയ്യാം, കേസ് ഞാൻ ഒതുക്കി തരാം. പക്ഷേ മോള് വിചാരിക്കണം, സാർ എന്തായി സാർ? സംസാരിച്ചോ? ഒരു പൂവിൻ്റെ വേദന, പൂവിൻ്റെ വേദന. അലമ്പാടേ, നമ്മുടെ കഴിഞ്ഞ് നിനക്ക് തന്നെ വന്നേക്കാം. ഇതുപോലെ വേറെ ആരെങ്കിലും കൊണ്ടുവരാൻ നമ്മളെ അറിയിക്കണേ. അണ്ണ ലാസ്റ്റ് എന്തോടെ
ഹലോ ലാസ്റ്റ് ലൈറ്റ് എവിടെ പോയോ? ഹലോ ഞാൻ പോകാം. ഞാൻ പോകണം. എന്താടാ ഇത് ഇത്ര പെട്ടെന്ന് തീർന്നോ? ജിമ്മിലൊക്കെ പോയിട്ട് ഇത്രേ ഉള്ളാടേ. ഇത്രയും വർക്കൗട്ട് ചെയ്തിട്ട് അവന് വർക്കൗട്ട് ആയല്ലോ തോന്നുന്നു കേട്ടാ. ഒരെണ്ണ വഴിയണ്ണ, നിങ്ങളിങ്ങനെ അടിക്കാതിരിക്കല്ലേ. ഞാൻ പോണം. വന്നറിഞ്ഞ അടിച്ചിട്ട് പോടാ.